ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അതിവിശുദ്ധമാണ്. അത് ഈ ഭൂമിയിൽ നിന്നുള്ളതല്ല, ഉയരത്തിൽ നിന്നുള്ളതാണ്. ആ വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചത് ദൈവവചന കേൾവിയിൽ നിന്നാണ്. ദൈവവചനത്തിൽ നിന്ന് വരുന്നത് വിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിരിക്കുന്നത് പോലെ നാളെയും ശക്തിപ്പെടണം. ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരായിരിക്കണം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരും. ആദ്യ സ്നേഹം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടക്കത്തേക്കാൾ ഒടുക്കമാണ് നല്ലത്. അങ്ങനെ അവസാനം നല്ലതാകണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ കരുതേണ്ടത് ആവശ്യമാണ്. നാം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾ വേഗത്തിൽ വരുന്നത് കണ്ട് റോഡിൻ്റെ ഒരു വശത്തുകൂടെ സഞ്ചരിക്കാറില്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ശ്രദ്ധിച്ച് നടക്കുന്നില്ലെങ്കിൽ അപകടമുണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയാകും. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടാകാൻ നാം കഴിക്കുന്ന ഭക്ഷണങ്ങളെപ്പോലും നാം ശ്രദ്ധിക്കുന്നവരാണ്. നാം യാത്രകളെ ശ്രദ്ധിക്കുന്നു, ആഹാരത്തെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്നതെല്ലാം നാം വളരെ ശ്രദ്ധയോടെ തന്നെ കരുതുന്നവരാണ്. എന്നാൽ ദൈവം നിങ്ങൾക്ക് തന്ന കൃപയെ അവസാനത്തോളം നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന പോരാ. പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്കാലമാണ്. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകണം, നിർമ്മതരാകണം. യേശു കർത്താവ് ഗെത്സമനയിൽ വെച്ച് റോമൻ പടയാളികളാൽ പിടിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹിപ്പിച്ചു. എന്നാൽ അവർക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. യേശു ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. വീണ്ടും വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കാരണം ഇനിയുള്ള സമയങ്ങൾ അത് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ നിൽക്കുന്ന കൃപയിൽ നാളെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തേതിനേക്കാളും അധികമായി നിങ്ങൾ നാളെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധമാണ്. പോർക്കളത്തിൽ നാം തളർന്നു പോകാതിരിപ്പാൻ, വെട്ടേൽക്കാതിരിപ്പാൻ ശ്രദ്ധയോടെ
പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദ്രവ്യാഗ്രഹം ഒരു വിഷപ്പാമ്പാണ്. നിന്റെ യാത്ര മധ്യേ നീ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അധികാരമോഹം ഒരു വിഷപ്പാമ്പാണ്. നിന്റെ അകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. മറ്റുള്ളവർ മുഖസ്തുതി പറയുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമല്ലെന്നറിഞ്ഞ് നീയും അതിനെ വെറുക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയിൽ കാലിടറാൻ സാധ്യതയുള്ള മേഖലകളെ തിരിച്ചറിയുക. പ്രാർത്ഥനയിൽ ജയിച്ച് മുന്നേറുക. വചനത്തെ ഏറ്റെടുക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.